എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജുകൾ ഒന്ന് നോക്കാം. ഇത് മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് സമീപകാലത്തൊന്നും ഇത്രയും വലിയ തലക്കെട്ടിൽ മലയാള മനോരമ വാർത്ത കൊടുത്തിട്ടില്ല. 8 കോളത്തിൽ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ബോൾഡായ തലക്കെട്ടാണ് പത്മകുമാർ ജയിലിൽ. ശബരിമല സ്വർണ്ണ കവർച്ച CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അറസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഡെക്കായി കൊടുത്തത്. മുതിർന്ന CPM നേതാവ്, മുൻ MLA, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. കവർച്ച പത്മകുമാറിന്റെ അറിവോടെ എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അറസ്റ്റിലാവുന്ന രണ്ടാമത്തെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം. പത്മകുമാറിന് അടുത്ത ബന്ധം എന്നാ പറയുന്നത്. അടുത്തൊരു ബോക്സ് സ്റ്റോറി ഉണ്ട്. ഇടിത്തിയിൽ CPM എന്നാ പറയുന്നത്. ഇടിത്തിയിൽ CPM പ്രതിരോധങ്ങളെല്ലാം പാളി CPM-ഉം LDF-ഉം. നമുക്കറിയാലോ, ഇതിന്റെ തുടക്കത്തിൽ തന്നെ CPM പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർണ്ണക്കൊള്ള അത് ബോർഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് നടത്തിയത് ചില അവതാരങ്ങൾ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളാളുമല്ലാന്നേ. ഇത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, 2007-2008 കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന ഒരു പോറ്റിയാണ്. പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാർ, ഈ ഉദ്യോഗസ്ഥന്മാരും CPM-ആയിട്ട് ഒരു ബന്ധമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ UDF-ന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. പല പ്രാവശ്യം നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഈ ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആരാണ് കുടുങ്ങാന്ന് അറിയാലോ. ഇവിടുത്തെ UDF-കാർ കുടുങ്ങും, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കുടുങ്ങും. കാരണം പോറ്റി എന്ന് പറഞ്ഞാൽ ആരുടെ ആളാണ്? പോറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആളല്ലേ. അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘടന, കോൺഗ്രസിന്റെ സംഘടനയിലെ ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരൊന്നും ഇതിൽ. കാരണം ഞങ്ങൾ ഒരു തരി പൊന്നു പോലും ഭഗവാന്റേത് CPM-കാർ എടുക്കില്ല. കാരണം CPM-മാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? CPM-മാരുടെ ഭക്തി ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ മന്ത്രിമാരൊക്കെ പ്രസാദം വാങ്ങിയിട്ട് ആസനത്തിൽ തുടയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ മന്ത്രിമാര് കുമ്പയും താങ്ങി ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് ഒരു നോട്ടം പോലും നോക്കാതെ നിൽക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ഭയങ്കര ഭക്തന്മാരാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ ഭക്തന്മാരെയൊക്കെ ഞങ്ങൾ അടിച്ചോടിച്ചത്. അങ്ങനെ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. പിന്നെ ഒരു പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങളെ അന്വേഷണ കമ്മീഷൻ, ഞങ്ങള് കോടതിയോട് പറഞ്ഞു ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് പണ്ടത്തെ മുമ്പ് കാലത്ത് CPM-കാർ പറഞ്ഞ ന്യായീകരണങ്ങൾ ഓരോന്ന് കേട്ടാണ്ടല്ലോ, വെറുതെ കേൾക്കണ്ട. കേട്ട് കഴിഞ്ഞാൽ പ്രാന്താവും നമുക്ക്. ആ രീതിയിലുള്ള അവസാനം ഈ ഹൈക്കോടതി ഈ എന്താ പറയാ, ഈ SIT-യെ ഹൈക്കോടതി തന്നെ അടുത്ത കാലത്തൊന്നും അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല, എന്റെ ഓർമ്മയിലില്ല. അതായത് ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ നിയോഗിക്കുകയാണ്. ഹൈക്കോടതി തന്നെ പേരെടുത്ത് പറയാണ്. അതിൽ ADGP മുതൽ ഇങ്ങേപ്പുറത്തെ SI വരെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഹൈക്കോടതി കൊടുക്കുകയാണ്. ഇവരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. എന്നിട്ട് ആ ടീമിനോട് പറയാണ്, നിങ്ങൾ ഈ റിപ്പോർട്ട് ഞങ്ങൾക്കാണ് തരേണ്ടത്, ഹൈക്കോടതിക്കാണ് തരേണ്ടത്. ആഴ്ചക്ക് ഞങ്ങൾക്ക് ഇതിന്റെ കേസിന്റെ പുരോഗതി അറിയിക്കണം എന്ന് ഹൈക്കോടതിയാണ് പറയുന്നത്. എന്നിട്ട് ഇവര് പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഹൈക്കോടതിയോട് ഇവർ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇടുത്തിയിൽ CPM എന്ന് പറയുന്നത് നല്ല ഇടുത്തിയാണ് CPM-ന്. അയ്യപ്പന്റെ പൊന്നു മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ലെന്ന പതിവ് പ്രതിരോധം. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ CPM-ന് ഇനി ഒട്ടും മതിയാവാതെ വരും. പണ്ടത്തെ ന്യായീകരണ ക്യാപ്സ്യൂളുകളൊന്നും ഇനി പോരാതെ വരും. പുതിയ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കേണ്ടി വരും. തെക്കൻ കേരളത്തിൽ CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളും മുൻ MLA-യുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് പാർട്ടിയിൽ നിന്ന് നേരിട്ട് നിയോഗിച്ച നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാർ. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ LDF-നും സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനിയിപ്പോ 3 ആഴ്ചയാണ് ബാക്കിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമൊന്നും അല്ല ചർച്ച ചെയ്യുക, അവിടുത്തെ പ്രാദേശിക വികസനമാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പ്രാദേശിക വികസനമൊന്നും അല്ല ചർച്ച ചെയ്യുക. കേരളത്തില് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും എന്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയാൻ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അയ്യപ്പന്റെ പൊന്നു മോഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇനി കേരളം പോട്ടെ ലോകത്തൊരിടത്തും കാണാത്ത തരത്തിലുള്ള മോഷണം. നമ്മളിങ്ങനെ ഈ കവർച്ചയും കള്ളത്തരവും കൊള്ളയും ഒക്കെ കേട്ട് നമ്മുടെ മനസ്സ് അങ്ങോട്ട് പാകപ്പെട്ടത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. നമുക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ലാത്തത്. നിങ്ങൾ ഒരു സമചിത്തതയോടെ ഇതൊന്ന് നോക്കുക. ഈ ഒരു പ്രശ്നം
ശബരിമലയില് അയ്യപ്പന്റെ എന്താ പറയാ, ഈ ദ്വാരപാലക ശില്പങ്ങള്, അതിന്റെ വിഗ്രഹങ്ങള്, അതിലെ കഥക്, കട്ടിളപ്പാളി, ഈ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഭഗവാന്റെ സമ്പത്ത് ഒരുമാതിരി കള്ളന്മാരൊന്നും ഈ ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കടന്നു കണ്ട് കള്ളത്തരം കളിക്കില്ല. അങ്ങനെ ചില കള്ളന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഈ മോഷ്ടാക്കളുടെ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചമ്പൽ കൊള്ളക്കാർ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? ചമ്പൽ കൊള്ളക്കാരുടെ ക്രൂരതകൾ അല്ലെങ്കിൽ ഇവരുടെ കൊള്ളകളുടെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചമ്പൽ കൊള്ളക്കാര് ഒരിക്കലും ക്ഷേത്രങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളുടെ അടുത്തുകൂടി ചമ്പൽ കൊള്ളക്കാർ പോകാറില്ല. കാരണം അതൊരു വിശ്വാസമാണ് അല്ലേ? അതൊരു വിശ്വാസമാണ്. പക്ഷേ ഈ നമ്മളെ സഖാക്കന്മാരെ സമ്മതിക്കണം കേട്ടോ. ഇത് വേറൊന്ന്, ഈ ശബരിമലയിലെ ഈ എല്ലാവരും കാണുന്ന ഈ സ്വർണ്ണപ്പാളികൾ, അതെല്ലാവർക്കും അറിയാം. വിജയ് മല്യ 33 കിലോഗ്രാം സ്വർണ്ണമല്ല, തനി തങ്കം കൊണ്ട് പൊതിഞ്ഞ ഈ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളും സ്വർണം പൊതിഞ്ഞ വാതിലും കട്ടിളയും ഒക്കെ കോടാനുകോടി ഭക്തന്മാർ കാണുന്നതാണ്. ലോകം മുഴുവനുള്ള ഭക്തന്മാർ കാണുന്നതാണ്. അതാണ് മോഷ്ടിച്ചുകൊണ്ടുപോയത്. എങ്ങനെ മോഷ്ടിച്ചുകൊണ്ടുപോയത്? പാതിരാത്രി ആരും അറിയാതല്ല. അവിടെയാണ് ഏറ്റവും വലിയ രസം. ഇത് എന്താ പറയാ, ഒരു ഔദ്യോഗിക മാർഗങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ആണ് ഇത് മോഷ്ടിച്ചത്. ഇത് മോഷ്ടിക്കാൻ ഒരു തരത്തിലുള്ള ഒരു നിയമവും അനുവദിക്കുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. മോഷ്ടിക്കാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇൻവെർട്ടർ കോമിൽ മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇളക്കി മാറ്റാൻ. അതായത് ഈ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ സംഭവങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെ എന്ത് അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിലും അത് ശബരിമലയുടെ ആ പ്രമിസിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ഇത് ലംഘിച്ചിട്ടാണ് ഇവരിത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിലേക്ക്, ഹൈദരാബാദിലേക്ക് ഉള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ സാധനം കൊണ്ടുപോയാൽ തന്നെ എങ്ങനെയാണ് 40-50 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അതുവരെ അവിടെ കൊണ്ടു നടക്കുകയാണ്. ഇതൊക്കെ നോക്കേണ്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥര്, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ, ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന കാരണബോധം ഇവരൊക്കെ കണ്ണടക്കിയാണ്. അപ്പൊ തുടക്കത്തിൽ നമുക്കറിയാം, ഇത്രയും കോടാനുകോടിയുടെ സമ്പത്ത്, ഇത് സ്വർണത്തിന്റെ വിലയല്ല കേട്ടോ. ഇത് സ്വർണത്തിന്റെ വിലയല്ല, ഇത് ഭഗവാന്റെ സ്വർണം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള മൂല്യമുണ്ട് കേട്ടോ. വേറൊരു തരത്തിലുള്ള മൂല്യമുണ്ട്. സുഭാഷ് കപൂറിന്റെ ഒരു തട്ടിപ്പിനെ കുറിച്ചൊക്കെ ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആന്റിക്കുകൾ, ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ, ഇത്തരത്തിലുള്ള എന്താ പറയാ, ഈ ദൈവത്തിന്റെ കരസ്പർശം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്പർശമുണ്ട് എന്നൊക്കെ കരുതുന്ന അത്തരത്തിലുള്ള വസ്തുക്കളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. ലോകത്തെങ്ങും ഇതിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കോടാനുകോടി കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് വിൽപ്പന നടത്തിയതാണോ എന്ന് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം, ഈ മറ്റേ ആര് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ആദ്യം തന്നെ ഇത് പോറ്റിയാണ് ഇതിലൊക്കെ കൊണ്ടുപോയത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് ഒരു പോറ്റി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പോൺസർ വിചാരിച്ചാൽ ശബരിമല ഇത് നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയൊരു ക്ഷേത്രമല്ല, ആൾക്കാരും അറിയാത്ത ക്ഷേത്രമല്ല, ലോകം മുഴുവൻ അറിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന്റെ, ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിന്റെ ഏറ്റവും മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളും വാതിലും അഴിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത് ഈ പോറ്റിക്ക് പറ്റുമോ? പോറ്റിക്കും പറ്റില്ല, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും പറ്റില്ല, ദേവസ്വം ബോർഡിനും പറ്റില്ല. ഇതൊരു മന്ത്രിസഭ. കാരണം ഇതിന് മേലെ ഒരു മന്ത്രിയുണ്ട്, ആ മന്ത്രിക്ക് മേലെ കാരണഭൂതമുണ്ട്. ഇവരൊന്നും അറിയാതെ ഈ മാതിരി കളി നടക്കൂ നമ്മളോടാണ് പറയുന്നത്. മന്ത്രി ഇപ്പൊ കടകംപള്ളിക്ക് മുൻ മന്ത്രി കടകംപള്ളിയാണ് ഇനി അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും 1-2 ദിവസത്തിനകം തന്നെ കടകംപള്ളി മുൻ മന്ത്രി കടകംപള്ളിയെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. സ്വപ്ന ചിരിക്കുന്നുണ്ടാവും. കടകംപള്ളിയെ കുറിച്ച് സ്വപ്ന പറഞ്ഞ ഒരുപാട് പരാതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് വേറെ ഒരു ഐറ്റാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കടകംപള്ളി അറസ്റ്റിലായേക്കും, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ല, കേരളത്തിൽ ഇല്ല. ഇനി നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. CPMകാർക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത്രക്കും തൊലിക്കട്ടിയുള്ള ആൾക്കാർക്ക് മാത്രമേ, അത്രയ്ക്കും ഉളുപ്പില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെ നോക്കിയിട്ട്, അല്ലെങ്കിൽ പറയണം, ഈ പറയുന്ന ആൾക്കാർ മുഴുവനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇതുവരെ വാസുവിനെ പുറത്താക്കിയിട്ടില്ല, ഇതുവരെ പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല, ആരും പുറത്താക്കിയിട്ടില്ല. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്?
അതൊരു കുറ്റാരോപണം മാത്രല്ലേ, തെളിയട്ടെ, ഇതൊന്നും പകുതി വെന്തിട്ടല്ലുള്ളൂ, മുഴുവൻ വേവട്ടെ, ആറട്ടെ എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും CPM ഇടിത്തിയിലാണെന്ന് പറയുന്നത്. ഇടിത്തി, വെറും തീയല്ല, ഇടിത്തിയിലാണ് എന്ന് പറയുന്നു. ജസ്റ്റ് നമുക്ക് മറ്റു പത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. മാതൃഭൂമിയിൽ ഇതാ പത്മകുമാർ അറസ്റ്റിൽ എന്നുള്ളത് ഏറ്റവും വലിയ തലക്കെട്ടില് ആ രീതിയിലാണ് മാതൃഭൂമി പറയുന്നത്. അടുത്തത് മാധ്യമം പത്രത്തിന്റെ തലക്കെട്ട് പത്മകുമാർ അറസ്റ്റിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാർ അറസ്റ്റിൽ മുൻ MLA യും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാർ റിമാൻഡിൽ എന്നാണ് മാധ്യമം പറയുന്നത്. കേരള കൗമുദി പറയുന്നത് എങ്ങനെയാണ്? മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത്. ഞാൻ രാവിലെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു കേരള കൗമുദിയുടെ ഈ തലക്കെട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് മുൻ മന്ത്രിക്ക് കുരുക്കിട്ട്, മുഖ്യമന്ത്രിയല്ലോ സോറി, മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത് എന്നുള്ള രീതിയിലാണ് കേരള കൗമുദി വാർത്ത കൊടുക്കുന്നത്. കുടുക്കിയത് തെളിവുകൾ, എന്തൊക്കെ തെളിവുകളാണ് പത്മകുമാറിനെ കുടുക്കിയത് എന്ന് കൂടി കേരള കൗമുദി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം പത്രമായ ദേശാഭിമാനി കൂടി ഒന്ന് കാണണം. ഈ പത്രങ്ങൾ, ലോകത്തിലുള്ള പത്രങ്ങൾ മുഴുവനും അങ്ങനെ പറയുമ്പോൾ ദേശാഭിമാനി നോക്കണം നിങ്ങൾ. എന്താണ്, ഒരു വാർത്തയുമില്ല ഇത് സംബന്ധിച്ച്. പക്ഷേ ഒരു ലെൻസ് വെച്ച് നോക്കിയാൽ ഇതാ താഴെ ചരമക്കോളത്തിലൊക്കെ ചില ചരമക്കോളത്തിൽ നമ്മൾ ഈ മരിച്ചുപോയ ആൾക്കാരുടെ പേര് ഇങ്ങനെ ചെറുതായി കൊടുക്കുന്ന പോലെ ചെറുതായിട്ട് ഇതാ പത്മകുമാർ റിമാൻഡിൽ ചെറിയ സ്പാനർ കേട്ടാ, പത്മകുമാർ റിമാൻഡിൽ എന്ന് പറയുന്ന 2 പാരഗ്രാഫില് ആര് പത്മകുമാർ, ഏത് പത്മകുമാർ, എന്ത് പത്മകുമാർ എന്നൊന്നുമില്ല. താഴെ ഒരു 5 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ചെറിയ വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തത്, വേറെ ഒന്നുമില്ല. ഇതാണ് ദേശാഭിമാനിയുടെ നേരത്തെ അറിയാൻ എന്ന് ദേശാഭിമാനി. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഇത്ര മാത്രമാണ് ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.